ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണിയുടെ ആ ഒരു സന്തോഷത്തിൽ രൂപയുടെ വീട്ടിൽ വെച്ച് എല്ലാവരും ചേർന്ന് കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ആ സമയത്ത് എല്ലാവരും ഉണ്ട്, ശാരി മാത്രം അവിടെ ഇല്ല. അപ്പോൾ കേക്ക് മുറിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇനി എന്താ നോക്കിക്കണേ, മുറിച്ചോ എന്ന് പറയാണ് സേനൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ മാത്രം ഇങ്ങനെ മുറിക്കുക, കിരണേട്ടനും കൂടി പിടിക്കുക എന്ന് പറയുന്നുണ്ട്. രണ്ടാൾക്കും കൂടി മുറിക്കാമെന്ന് പറയുമ്പോൾ സേനൻ പറയാണ് അതിന് അവാർഡ് കിട്ടിയത് മോൾക്കാണ്, കിരണല്ല എന്ന് പറയുന്നു. അതെനിക്കറിയാം, പക്ഷേ എന്നെ ഈ നിലയിലാക്കിയത്, എനിക്ക് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാക്കി തന്നത് എൻ്റെ കിരണേട്ടനാണ്. അതുകൊണ്ട് തന്നെ കിരണേട്ടനും കൂടി നിൽക്കണമെന്ന് പറയുമ്പോൾ എങ്കിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിരൺ കല്യാണിയുടെ വായിലും കല്യാണി കിരണിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രൂപയ്ക്കും സേനനും കൊടുക്കുകയാണ്. പിന്നീട് യാമിയുടെ കയ്യിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് യാമിനി ചോദിക്കുകയാണ്, അല്ല ഇവിടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, അത് അവളെവിടെ പോയി എന്നിങ്ങനെ ചോദിച്ച് അങ്ങനെ അവരിങ്ങനെ ചുറ്റും നോക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ശാരി ഇതെല്ലാം മുകളിൽ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് ഒളിഞ്ഞു നിന്ന് മറിഞ്ഞ് കാണുകയായിരുന്നു. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അസൂയ മൂത്ത് അങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ നീ അവിടെ മറിഞ്ഞു നിൽക്കായിരുന്നു, ഒളിച്ചു നിന്ന് നോക്കായിരുന്നു എന്ന് യാമിനി ചോദിക്കുമ്പോൾ അല്ലല്ല ഞാനേ താഴോട്ട് ഇറങ്ങി വരികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശാരി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സേനൻ പറയാണ്, അവൾക്ക് കേക്ക് കട്ട് ചെയ്തൊന്നും കൊടുക്കൊന്നും വേണ്ട, വേണമെങ്കിൽ അവളെടുത്ത് കഴിച്ചോളും എന്ന് പറയാണ്. അങ്ങനെ നാണമില്ലാതെ തന്നെ ശാരി അതിൽ നിന്നൊരു കഷ്ണം കേക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് പറയാണ്, രൂപ പറയുന്നുണ്ട്, മോള് ക്യാൻറ്റീനിൽ ജോലിക്ക് വേണ്ടി വന്നതാണ്, എന്നിട്ട് ഇത്രയും വലിയ നിലയിലെത്തി, ഇതൊക്കെ ഒരു ഭാഗ്യമാണ് എന്നപ്പോൾ നമ്മുടെ ശാരി എന്ന് പറയുന്നത്, അത് മോളുടെ ഭാഗ്യമാണ് എന്ന് പറയാണ് എല്ലാവരും കേൾക്കെ തന്നെ. അപ്പോൾ ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, ഇതിനേക്കാളും വലിയ ഭാഗ്യം സരയുനുണ്ടായിരുന്നില്ലേ, സരയു സിവിൽ എഞ്ചിനീയറൊക്കെ കഴിഞ്ഞ പെൺകുട്ടിയല്ലേ, ഒരു കാലത്ത് കമ്പനി വരെ അവളുടെ പേരിലായിരുന്നു, എന്നിട്ട് അവൾക്ക് ഒന്നും ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അയ്യോ അതിനെ സരയുമോൾക്ക് അങ്ങനെ കമ്പനിയോടൊന്നും വലിയ താല്പര്യമില്ല, മനുമോൻ കല്യാണം കഴിച്ചതിന് ശേഷം അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്, അപ്പം അതുകൊണ്ടാണ് കമ്പനിയോടൊന്നും പിന്നെ ശ്രദ്ധയില്ലാതെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ശാരി. ആ സമയത്ത് സേനൻ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്, അമേരിക്കയിലോട്ട് എങ്ങനെയാണ് പോകുന്നത്, നേരിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, അതെ അച്ഛാ നേരിട്ടാണ്, ഇടയ്ക്ക് കൊറിയയിൽ വെച്ച് ഇറങ്ങൊന്നുമില്ല എന്നിങ്ങനെ കളിയാക്കി അവർ പരസ്പരം കളിയാക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശാരി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊരു അസൂയാണ് ഇവർക്ക്, ഇവരുടെയൊക്കെ സ്വത്തിനേക്കാളും കൂടുതൽ എൻ്റെ മരുമകന് സ്വത്തുക്കളുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് കിരൺ എല്ലാവരും ചേർത്ത് നിർത്തി സെൽഫി എടുക്കണം. അപ്പോൾ ശാരി മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു സെൽഫി എടുത്ത് കഴിഞ്ഞു. ആ സമയത്ത് യാമിനി പറയുകയാണ്, ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക് എന്ന് ശാരിയോട് പറയുമ്പോൾ ശാരിയും വന്ന് നിൽക്കണം. എല്ലാവരും ചേർന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ യാമിനി പറയുകയാണ്, ഇനി എല്ലാവർക്കും കൂടി പായസം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ പായസമൊന്നും വേണ്ട, എന്തായാലും കുറച്ച് കഴിയട്ടെ, എല്ലാ കൂടി മധുരം കൂടി ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് നമ്മുടെ സരയു ടി വി വെക്കുകയാണ്. അപ്പോഴും കല്യാണിയെക്കുറിച്ചുള്ള ഒരു വാർത്ത തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ക്യാൻറ്റീൻ തൊഴിലാളിയായിട്ട് വന്നതാണ്, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു വന്ന പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ അവളെ പറ്റി പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ സരയിന് ദേഷ്യം വന്നിട്ട് സര വേഗം തന്നെ ആ ടി വി ഓഫ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പം മനു മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരികയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സരയു എന്ന് ചോദിക്കുമ്പോൾ എപ്പോൾ ടി വി വെച്ച് കഴിഞ്ഞാലും അവളെക്കുറിച്ചേ പറയാനുള്ളൂ, ഇത്ര അല്ലാണ്ട് എന്തൊട്ട് ഇത്ര പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നീ വെക്കുമ്പോഴായിരിക്കും ആ വാർത്ത കാണിക്കുന്നത്, അത് തന്നെയാണ് ശരി എന്ന് പറയാണ്. അതിനുശേഷം അമ്മ എവിടെ പോയിട്ടുള്ളൂ, എന്തായാലും ഇവരുടെ കള്ളക്കളികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനാണ്, അങ്ങനെയാണെങ്കിൽ അച്ഛനെ കൊണ്ട് തന്നെ ആൻറ്റിയെ ഇത്രയും നാൾ ഞങ്ങളെ ചതിച്ച ആൻറ്റിയെ ഇല്ലാതാക്കിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അച്ഛൻ അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് മനുവേട്ടൻ അറിയാതെയാണ്, അച്ഛൻ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും. പിന്നെ അച്ഛനിപ്പം മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ കിടന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ അതിനൊക്കെ ഇളവുണ്ടാവും, അതൊരു വലിയ കാര്യമായി. പിന്നെ എന്തായാലും നമുക്ക് പോകാം, നമുക്ക് അമ്മയെയും കൂട്ടാം അമേരിക്കയിലോട്ട് പോകാം, അവിടെ ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ സരയും മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ മനു വിചാരിക്കുകയാണ്, എന്തായാലും ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഇവിടെ നടക്കട്ടെ, അപ്പോഴായിരിക്കും എന്നിലുള്ള ശ്രദ്ധ മാറിക്കിട്ടുക. ഇവള് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലോട്ട് പോകേണ്ട കാര്യം പറയുമ്പോഴാണ് എനിക്ക് ആകെ ബുദ്ധിമുട്ട് വരുന്നത്. എന്തായാലും എത്രയും വേഗം എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അവളുടെ കയ്യിൽ നിന്നും കുറച്ച് സ്വർണം തട്ടണം, സ്വർണം വാങ്ങിക്കണം. ഇനിയിപ്പോൾ അടുത്തൊരു കല്യാണം വരാൻ പോവല്ലേ, ആ കല്യാണത്തിന് വേണ്ട ചിലവുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് സ്വർണം വേണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ മനു ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി അങ്ങനെ നിൽക്കുകയാണ്.
ഇതിനിടയിലാണെങ്കിൽ ഷാരി സരേനെ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന ആഘോഷത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അമ്മ, ഞാൻ തന്ന റെക്കോർഡർ അവിടെ വെച്ചിട്ടില്ല, അതൊന്ന് കേട്ട് നോക്കിയാൽ പോരെ, അവരുടെ ചതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാലോ എന്ന് പറയുമ്പോൾ ഒന്നും സമയം കിട്ടിയിട്ടില്ല മോളെ, അതൊക്കെ ഞാൻ പതുക്കെ കേട്ടോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കിരണും കല്യാണിയും യാമിനിയെ മാറി നിന്ന് കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ കൂടുതൽ ശ്രദ്ധിച്ചോളണം, ഇവിടെ ഒരു ആൾ വന്ന് കയറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും സാറേ, ഞാൻ എന്തായാലും അവളെ അടുക്കളയിലേക്ക് കയറ്റില്ല, അതുകൊണ്ട് അവൾക്ക് ആ അടുക്കളയിൽ ഒരു കൃത്രിമം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ഞാനുള്ളപ്പോൾ മേഡത്തിനൊന്നും സംഭവിക്കില്ല, അത് ഉറപ്പാണ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നത്. ഞാൻ പരമാവധി അവളെ ആക്ഷേപിക്കുന്നുണ്ട്, പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ അവളെ ഞാൻ പറയുന്നുണ്ട്, നാണുണ്ടെങ്കിൽ അവൾ പോകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് നമ്മുടെ സേനനും രൂപയും കൂടി വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളണം യാമിനി എന്ന് വീണ്ടും സേനൻ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് അവിടെ നിന്നിട്ട് ഇതുപോലെ തന്നെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ് ഷാരി. അങ്ങനെ ഇനിയിപ്പോൾ നിനക്ക് അവിടേക്ക് വേണമെങ്കിൽ അവിടേക്കും വരാമല്ലോ, ഇവിടെ തന്നെ നിൽക്കണത് എന്തിനായെന്ന് സേനൻ ചോദിക്കുന്നുണ്ട് രൂപയോടായിട്ട്. അപ്പോൾ രൂപ പറയാണ്, ഞാൻ വന്നു കഴിഞ്ഞാൽ അവളും കൂടി എൻ്റെ കൂടെ വരില്ലേ എന്ന് പറയുമ്പോൾ അതിനുള്ള ധൈര്യമൊന്നുമില്ല, അവൾക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല, പിന്നെ ഇപ്പോൾ അവൾ എൻ്റെ വീട്ടിലോട്ട് അവൾ എന്തായാലും വരില്ല, അങ്ങനെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ദിവസം താമസിക്കാമെന്നൊക്കെ സേനൻ രൂപയോട് പറയുന്നുണ്ട്. അപ്പോൾ രൂപ പറയാണ്, വരട്ടെ ചന്ദ്രേട്ട, ഞാൻ എന്തായാലും ആൽബി ഒന്ന് കാണണം, ആൽബി മോനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പെട്ടെന്ന് യാമിനി തിരിഞ്ഞ് നോക്കുമ്പോൾ സ്റ്റെപ്പുമ്പോൾ നിന്ന് നേരെ ഓടി കയറുകയാണ് ഷാരി. അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഓഫീസിലെത്തിയിട്ട് എല്ലാവരും ചേർന്ന് കേക്കും അതുപോലെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കല്യാണി കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണിയുടെ വലിയൊരു ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ് കിരൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹരിസാറൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹരിസാറിനോടായിട്ട് കിരൺ പറയാണ്, ഹരിസാറ് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും ഇവർ നല്ല രീതിയിൽ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കും, നല്ല സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു എതിരാളി ഇല്ലാത്തത്, പിന്നെ ഇവിടെ സ്റ്റാഫുകളായിട്ടൊരു കരടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഹരിയേട്ടനൊക്കെ തന്നെയാണ് ഈ കമ്പനിയെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ അങ്ങനെ പറയുന്നു. അതിനുശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്തായാലും ഇത്രയും വലിയ ഇതൊക്കെ നേടിയതല്ലേ, എൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ കല്യാണിക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കിരൺ ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രതീഷ് കളിയാക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഇത് വീട്ടിൽ വെച്ച് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് മതിയായിരുന്നു, പക്ഷേ ഈ കമ്പനിയിൽ വരച്ച ചിത്രങ്ങളാണ് ഞാൻ അയച്ചു കൊടുത്തത്, അതിൽ നിന്നാണ് അവൾക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത്, അപ്പോൾ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ സന്തോഷത്തോട് നിൽക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ മേഘന വരികയാണ്, ഒരു ഫയലൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ മേഘന വായോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് മേഘന ഇവിടുത്തെ പുതിയൊരു സ്റ്റാഫാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് കല്യാണിയും കിരൺ അങ്ങനെ പരിചയപ്പെടുത്തി നിൽക്കുകയാണ്. അതിനുശേഷം മേഘനയെയും അതുപോലെ തന്നെ കാദംബരി ചേച്ചിയും വായു എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം, എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കിരൺ അവരെ ആ സ്റ്റാഫിനൊക്കെ ഒന്നും കൂടി പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിൽ കല്യാണി തൻ്റെ ക്യാബിൽ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാദംബരി ആയാലും അതുപോലെ മേഘനയായാലും വന്നിരിക്കുകയാണ്. ആ സമയത്ത് മേഘനയ്ക്ക് ചെറുതായിട്ട് കമ്പ്യൂട്ടറൊക്കെ അറിയുള്ളൂ, ചേച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം, ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നൊക്കെ കാദംബരിയെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാദംബരി പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അതിനുശേഷം നമ്മുടെ സ്വന്തം സഹോദരിയെ പോലെ തന്നെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ മേഘന പറയാണ്, എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടുകാർ വരെ എന്നെ കൈവിട്ട് കളഞ്ഞതാണ്, എന്നിട്ട് ചേച്ചി എനിക്ക് ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല എന്നെ പറയുമ്പോൾ കല്യാണി പറയാണ്, മേഘന, ഞാനൊരു കാര്യം നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. നീ പറഞ്ഞല്ലോ നിൻ്റെ ഭർത്താവിന് അർജുന് ഒരു ശത്രുക്കളില്ല, കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കേണ്ട കാര്യമൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ആകെയുള്ള ശത്രുക്കൾ നിൻ്റെ വീട്ടുകാർ മാത്രമാണെന്ന്. അപ്പോൾ നിൻ്റെ വീട്ടുകാരല്ല ഈ കൊലപാതകത്തിന് പിന്നിൽ, അത് അന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയത് എൻ്റെ കൂടെ സോണി ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ കാറിലിരുന്നത്, സോണി മുകളിലേക്ക് കയറിപ്പോയി, ആ സമയത്ത് ആൽബി അർജുൻ ധരിച്ചിരുന്ന അതേ ഡ്രസ്സിലാണ് ആൽബി അവിടെ ഉണ്ടായിരുന്നത്, അങ്ങനെ ആൽബി ആണെന്ന് കരുതിയിട്ടാണ്, സോണിയുടെ ഭർത്താവ് ആൽബി ആണെന്ന് കരുതിയിട്ടാണ് അർജുന് വെട്ടേറ്റത്, അല്ല ആള് മാറി വെട്ടിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ
മേഘനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉതിർന്ന് വീഴുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞത് വിഷമായോ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. അപ്പം പറയാണ് എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു കാരണം ഇതിൽ ഉണ്ടാവും, അല്ലാതെ എൻ്റെ അർജുനേട്ടന് ശത്രുക്കളൊന്നും അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ എന്തായാലും എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. മേഘനയുടെ ഇനിയുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനയെ പൂർണ്ണമായി നോക്കിക്കോളാൻ കാദംബരിയെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്